കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഇപ്പോഴത്തെ മാസ ശമ്പളം എത്രയാണെന്നറിയാമോ? MLA-മാരുടേത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ബാക്കി മന്ത്രിമാരുടെയും അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് പ്രതിമാസം 2000 രൂപയാണ്. എന്നാൽ ഇതിന്റെ കൂടെ മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മാസ ശമ്പളം ആകുന്നത്. അതിൽ വരുന്നത് DA അഥവാ വിലക്കയറ്റം കാരണം നൽകുന്ന അധിക ശമ്പളം 33,423 രൂപയാണ്. TA അഥവാ യാത്രാ അലവൻസ് 17,000 രൂപയും മണ്ഡലവും മറ്റ് ഔദ്യോഗിക ആനുകൂല്യങ്ങളുമായിട്ടുള്ള 1,30,000 രൂപ ചേർത്ത് മൊത്തം അവർക്ക് മാസവരുമാനം ലഭിക്കുന്നത് 1,80,000 മുതൽ 1,90,000 രൂപയാണ്. ഈ ഒരു സാലറിക്ക് പുറമെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗിക ബംഗ്ലാവും കാറും ഡ്രൈവറും, ഇതിനു പുറമെ 24 മണിക്കൂർ സെക്യൂരിറ്റി സർവീസും കൂടെ പേഴ്സണൽ സ്റ്റാഫും. കൂടാതെ ട്രെയിനിലോ വിമാനത്തിലോ യാത്ര ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ പൈസ റീഫണ്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയേക്കാൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ മറ്റു മന്ത്രിമാരുടെ സാലറിയിലും ഉള്ളൂ. എന്നാൽ മുഖ്യമന്ത്രിയുടെയും MLA-യുടെയും സാലറിയേക്കാളും കുറച്ചും കൂടെ കൂടിയ തുകയാണ് MP-മാർക്ക് കിട്ടുക. MP-മാരുടെ അടിസ്ഥാന ശമ്പളമേ പ്രതിമാസം 1 ലക്ഷം രൂപയാണ്. നിയോജക മണ്ഡല ആനുകൂല്യമായി 70,000 രൂപയും മറ്റ് ഔദ്യോഗിക ആനുകൂല്യങ്ങൾക്ക് 60,000 രൂപ ഉൾപ്പെടെ മൊത്തം മാസ വരുമാനം ഏകദേശം 2,30,000 രൂപയോളം വരും. കൂടാതെ കേന്ദ്ര സർക്കാർ വക ഡൽഹിയിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ വീടും സൗജന്യ വിമാനയാത്രയും ഫസ്റ്റ് ക്ലാസ് AC ട്രെയിൻ യാത്രയും ലഭിക്കും. കൂടാതെ ഫോൺ, ഇന്റർനെറ്റ്, മെഡിക്കൽ, പെൻഷൻ ആനുകൂല്യങ്ങൾ വേറെ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാർക്ക് 1,90,000 രൂപയും MP-മാർക്ക് 2,30,000 രൂപയുമാണ് ഏകദേശ പ്രതിമാസ വരുമാന കണക്ക്.